എൻ ഡി എ പ്രചാരണം കൊട്ടിക്കയറുകയാണ്. നെയ്യാറ്റിൻകരയിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ചെങ്കലസ് രാജശേഖരൻ നായരുടെ റോഡ് ഷോ അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. കേന്ദ്രമന്ത്രി ജെ.പി. നദ്ദയാണ് പങ്കെടുക്കുന്നത്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. കേന്ദ്രമന്ത്രിയുടെ സാന്നിധ്യം, എൻ ഡി എ ആവേശം അത് ഇരട്ടിയായി മാറുന്ന ഒരു സാഹചര്യമാണ്. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുമുറ്റത്തേക്ക് എത്തുന്നു. തിരുവല്ലയിലും അനന്തപുരിയിലും എത്തുന്ന ദിവസമാണ് ഇന്ന്. ഒപ്പം തന്നെ കേന്ദ്രമന്ത്രിമാരുടെ സാന്നിധ്യം. ഇന്ന് കേന്ദ്രമന്ത്രി ജെ.പി. നദ്ദയാണ് നെയ്യാറ്റിൻകരയിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ചെങ്കലസ് രാജശേഖരൻ നായരുടെ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നത്. റോഡ് ഷോ ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ശ്യാമപ്രസാദ് അവിടെ നിന്ന് ചേരുകയാണ്. ശ്യാമ, റോഡ് ഷോ ആരംഭിച്ചു എന്നാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. പറയൂ, എങ്ങനെയാണ് അവിടുത്തെ ഒരു ആവേശക്കാഴ്ച? രാഗി, റോഡ് ഷോ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. കേന്ദ്രമന്ത്രിയും മുതിർന്ന ബി.ജെ.പി. നേതാവും കൂടിയായ ജെ.പി. നദ്ദ റോഡ് ഷോയുടെ ഭാഗമായിരിക്കുന്നു. അങ്ങനെ ഇളക്കി മറിച്ചുകൊണ്ട് പ്രവർത്തകരുടെ ആവേശം വാനോളം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് റോഡ് ഷോ ിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ റോഡ് ഷോ ഇപ്പോൾ നഗരവീഥികളെ അല്ലെങ്കിൽ ഈ നെയ്യാറ്റിൻകരയുടെ ഈ വീതികളെല്ലാം തന്നെ മുന്നോട്ട് നയിച്ചുകൊണ്ട് പ്രവർത്തകരുടെ ആവേശത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. റോഡ് ഷോ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ മാറാത്തത് എന്ന് പറയുന്ന ആ ഒരു വികസന മുദ്രാവാക്യം, ആ മുദ്രാവാക്യത്തിൽ ഊന്നി തന്നെയാണ് ബി.ജെ.പി. പ്രവർത്തകരെല്ലാം തന്നെ ഇപ്പോൾ ആ ഒരു വലിയൊരു ആവേശത്തിൽ ഈ ജെ.പി. നദ്ദയെ സ്വീകരിച്ചുകൊണ്ട് വാഹനത്തിലേക്ക് ആനയിക്കുകയും ചെയ്തത്. അങ്ങനെ റോഡ് ഷോ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രവർത്തകരുടെ എല്ലാ മുദ്രാവാക്യങ്ങളാണ് അന്തരീക്ഷത്തിൽ അലയടിച്ചുകൊണ്ട് ഈ ഒരു വാഹനം മുന്നോട്ട് നീങ്ങുന്നത്. വിപുലമായ ക്രമീകരണങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നു. നെയ്യാറ്റിൻകരയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ ചെങ്കലസ് രാജശേഖരൻ നായരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥമാണ് ജെ.പി. നദ്ദ ഒരിക്കൽ കൂടി കേരളത്തിലേക്കും ഒപ്പം തന്നെ നെയ്യാറ്റിൻകരയുടെ മണ്ഡലത്തിലേക്കും എത്തിയിരിക്കുന്നത്. അങ്ങനെ നെയ്യാറ്റിൻകരയുടെ മണ്ണിൽ നിന്നുകൊണ്ട് ഒരിക്കൽ കൂടി എൻ ഡി എ സ്ഥാനാർത്ഥിയായ ചെങ്കലസ് രാജശേഖരൻ നായർക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാൻ കൂടിയാണ്, വോട്ടർമാർ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ കൂടിയാണ് ഈ ജെ.പി. നദ്ദ കേരളത്തിലേക്ക് വീണ്ടും എത്തിയിരിക്കുന്നത്. നെയ്യാറ്റിൻകരയുടെ മണ്ണിൽ കൂടി അങ്ങനെ വോട്ടർമാരെ ഒരിക്കൽ കൂടി കണ്ടുകൊണ്ട് ഈ ഭാഗമാണ്. എന്തായാലും വളരെ വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടും ഒപ്പം തന്നെ പ്രവർത്തകരുടെ ആവേശം വാനോളം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഈ റോഡ് ഷോ മുന്നോട്ട് നീങ്ങുന്നത്, എപ്പോഴും പുരോഗമിക്കുന്നത്. എന്തായാലും ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലം നെയ്യാറ്റിൻകര മണ്ഡലം. ആ നെയ്യാറ്റിൻകരയുടെ മണ്ഡലത്തിൽ കൂടി ഒരിക്കൽ കൂടി ഇതാ കേരളത്തിന്റെ മണ്ണിലെത്തി നെയ്യാറ്റിൻകരയുടെ മണ്ഡലത്തിലേക്ക് വീണ്ടും വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്ന തിരക്കിൽ കൂടിയാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയും മുതിർന്ന ബി.ജെ.പി. നേതാവും കൂടിയായ ജെ.പി. നദ്ദ വീണ്ടും കേരളത്തിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും വിപുലമായ ക്രമീകരണങ്ങൾ, ആ വിപുലമായ ക്രമീകരണങ്ങൾ തന്നെയാണ് സുരക്ഷാ സംവിധാനങ്ങളും ഒപ്പം നിൽക്കുന്നത്. എന്തായാലും തന്നെ ആവേശത്തിൽ ആഴ്ത്തിക്കൊണ്ട് തന്നെയാണ് വോട്ടഭ്യർത്ഥനയെല്ലാം തന്നെ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ജെ.പി. കേരളത്തിലേക്ക് എത്തുകയും ഈ തെരഞ്ഞെടുപ്പ് ചെയ്തിരുന്നു. ഇങ്ങനെ 4 ദിനങ്ങൾ മാത്രം ശേഷിക്കെ കേരളത്തിൽ ഇനി തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കാൻ 4 ദിനങ്ങൾ മാത്രം വീണ്ടും എത്തിയിരിക്കുന്നു. ആ നെയ്യാറ്റിൻകരയുടെ വോട്ടർമാരെ നേരിട്ട് എൻ ഡി എ സ്ഥാനാർത്ഥിയായ ചെങ്കലസ് രാജശേഖരൻ നായർക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിക്കാൻ കൂടി തന്നെയാണ് നെയ്യാറ്റിൻകരയുടെ വീണ്ടും മുതിർന്ന ജെ.പി. നേതാവും കേന്ദ്രമന്ത്രി കൂടിയായ ജെ.പി. നദ്ദ എത്തിയിരിക്കുന്നത്. എന്തായാലും പ്രവർത്തകരുടെ എല്ലാം ആവേശം വളരെ ഉച്ചസ്ഥായ ലക്ഷ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. വിപുലമായ വാഹന ക്രമീകരണങ്ങളോടുകൂടി തന്നെയാണ് എല്ലാവിധ ആ പ്രവർത്തകരുമെല്ലാം ഈ റോഡ് ഷോയുടെ ഭാഗമാകാൻ എത്തിയിരിക്കുന്നത്. മുതിർന്ന ബി.ജെ.പി. നേതാക്കളെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കാൻ ആ ഒരു ക്രമീകരണങ്ങൾക്കിടയിൽ ചെങ്കലസ് രാജശേഖരൻ നായർക്ക് വേണ്ടി വീണ്ടും ഒരിക്കൽ കൂടി കേരളത്തിലേക്കും മണ്ണിലേക്കും ഒപ്പം തന്നെ നെയ്യാറ്റിൻകരയുടെ മണ്ഡലത്തിലേക്കും എത്തിയിരിക്കുന്നു ജെ.പി. നദ്ദ. നെയ്യാറ്റിൻകരയുടെ മണ്ണിനെ ആവേശത്തിൽ ആറാടിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി ജെ.പി. നദ്ദ പങ്കെടുക്കുന്ന റോഡ് ഷോ പുരോഗമിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. നിരവധി പ്രവർത്തകർ റോഡ് ഷോയിൽ അണിനിരന്നിട്ടുണ്ട്. അവർ വലിയ ആവേശത്തിലാണ്. മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നു. കേന്ദ്രമന്ത്രി ജെ.പി. നദ്ദയുടെ സാന്നിധ്യം അത് വോട്ടർമാരുടെ മനസ്സ് മാറ്റത്തിനായി കൊതിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എൻ ഡി എ സ്ഥാനാർത്ഥി ചെങ്കലസ് രാജശേഖരൻ നായരാണ് നെയ്യാറ്റിൻകരയുടെ മണ്ണിൽ എൻ ഡി എക്ക് വേണ്ടി പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നത്. ഓരോ വോട്ടർമാരെയും നേരിട്ട് കണ്ട് വോട്ട് തേടുകയായിരുന്നു അദ്ദേഹം. പരമാവധി വോട്ടർമാരെ താൻ നേരിട്ട് കാണുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. മാറ്റത്തിന് വേണ്ടി കൊതിക്കുന്നവരാണ് തങ്ങളെന്ന്. ആ ഓരോ വോട്ടർമാരും
അദ്ദേഹത്തോട് പറയുന്ന സാഹചര്യം പോലും ഉണ്ടായി എന്നുള്ളതാണ്. ഇടത് വലത് മുന്നണികൾ ഭരിച്ചു മുടിച്ച മണ്ഡലം, അവിടെ ഒരു മാറ്റം അനിവാര്യമാണ്. ആ മാറ്റം തന്നെയാണ് NDA ഉറപ്പ് നൽകുന്നതും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ കേരളത്തിന്റെ മണ്ണിലേക്ക് പ്രചാരണ പ്രവർത്തനങ്ങൾക്കായി ഓടിയെത്തുന്ന സാഹചര്യം അത്രത്തോളം കേരളത്തെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഘട്ടം, കേന്ദ്രമന്ത്രിമാരുടെ സാന്നിധ്യം, അതെല്ലാം തന്നെ വലിയ പ്രതീക്ഷ NDA പ്രവർത്തകർക്ക് നൽകുന്നു, വോട്ടർമാർക്ക് നൽകുന്നു എന്നുള്ളതാണ്. ശ്യാമപ്രസാദിലേക്ക് വീണ്ടും പോകുന്നു. ശ്യാമ, തുടരാം. മുദ്രാവാക്യം വിളികൾ അന്തരീക്ഷം വളരെയധികം മുഖരിതമായ അന്തരീക്ഷമാണ്. മുദ്രാവാക്യം വിളികൾ എന്തായാലും റോഡ് ഷോ പുരോഗമിക്കുകയാണ്. നിലവിൽ JP നദ്ദയ്ക്കും NDA സ്ഥാനാർത്ഥി കൂടിയായ ചെങ്കലസ് രാജശേഖരൻ നായർക്കും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തന്നെ ഈ പ്രകടനവുമായിട്ട് പ്രവർത്തകർ മുന്നിൽ അണിനിരന്നുകൊണ്ടാണ് ഈ റോഡ് ഷോ മുന്നോട്ടേക്ക് നീങ്ങുന്നത്. എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഒപ്പം തന്നെ നെയ്യാറ്റിൻകരയെ സംബന്ധിച്ചിടത്തോളം NDA ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് നെയ്യാറ്റിൻകര മണ്ഡലം. ആ നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ താമര വിരിയിക്കാൻ JP നദ്ദയുടെ സാന്നിധ്യം 4 ദിനങ്ങൾ മാത്രം ശേഷിക്കുക, തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കാൻ 4 ദിനങ്ങൾ മാത്രം ശേഷിക്കുള്ളപ്പോൾ ഈ കേരളത്തിന്റെ മണ്ണിലേക്ക് മുതിർന്ന BJP നേതാവ് കൂടിയും കേന്ദ്രമന്ത്രിയുമായ JP നദ്ദ എത്തുമ്പോൾ ആവേശം വാനോളം തന്നെയാണ്. ആ ആവേശം തന്നെയാണ് നമുക്കിപ്പോൾ പ്രകടമാകുകയും ചെയ്യുന്നത്. തുറന്ന വാഹനത്തിൽ ചെങ്കലസ് രാജശേഖരൻ നായർക്കൊപ്പം കേന്ദ്രമന്ത്രി JP നദ്ദ കൂടി ഈ റോഡ് ഷോയുടെ ഭാഗമാകുമ്പോൾ പ്രവർത്തകരുടെ ആവേശം ചെറുതല്ല. അതെല്ലാം തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. പ്രവർത്തകർ ഈ റോഡ് ഷോയ്ക്ക് JP നദ്ദ തുറന്ന വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ അതിന് മുന്നിൽ മുദ്രാവാക്യം വിളികളുമായി മുന്നോട്ട് നീങ്ങുകയാണ് പ്രവർത്തകർ. എന്തായാലും നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ, അല്ലെങ്കിൽ നെയ്യാറ്റിൻകരയുടെ മണ്ണിൽ ഇത്തവണ താമര വിരിയിക്കുമെന്ന് തന്നെയാണ് പ്രധാനമായും പ്രവർത്തകരുടെ എല്ലാ ആവശ്യം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇവിടെ ഈ ഒരു മണ്ഡലത്തിൽ ഇറങ്ങുമ്പോഴും അതേ ആവേശം തന്നെയായിരുന്നു പ്രവർത്തകരിലെല്ലാം തന്നെ ഉള്ളത്. ആ ആവേശം തന്നെയാണ് ഇപ്പോൾ ഈ അവസാന നിമിഷവും തെരഞ്ഞെടുപ്പ് ദിനത്തിന്റെ പ്രചാരണത്തിന് കൊട്ടിക്കലാശത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ആ റോഡ് ഷോ ഇപ്പോൾ നെയ്യാറ്റിൻകരയുടെ മണ്ണിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോഴും ആ പ്രവർത്തകരിലെല്ലാം തന്നെ BJP NDA പ്രവർത്തകരുടെ എല്ലാം തന്നെ ശരീരഭാഷയിലെല്ലാം തന്നെ അത് വളരെയധികം പ്രകടമാവുകയും ചെയ്യുന്നു. മാറാത്തത് മാറും, ആ വികസന മുദ്രാവാക്യം തന്നെയാണ് പ്രധാനമായും ഉയർത്തിക്കൊണ്ട് തന്നെയാണ് പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളികളുമെല്ലാം തന്നെ. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലുമെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പല മണ്ഡലങ്ങളിലും എല്ലാം തന്നെ കേന്ദ്രമന്ത്രി JP നദ്ദ എത്തിയിരുന്നു. അങ്ങനെ അവസാനം നെയ്യാറ്റിൻകരയുടെ മണ്ണിലേക്ക് കൂടി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തിരശ്ശീല വീഴാൻ നാളുകൾ മാത്രം ശേഷിക്കെ നെയ്യാറ്റിൻകരയുടെ മണ്ണിലേക്ക് ചെങ്കലസ് രാജശേഖരൻ നായർക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിക്കാൻ കൂടിയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി JP നദ്ദ എത്തിയിരിക്കുന്നത്. JP നദ്ദയുടെ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. നെയ്യാറ്റിൻകരയുടെ മണ്ണിലൂടെ പ്രവർത്തകരെയും ഒപ്പം തന്നെ കാണാൻ നിൽക്കുന്ന, തടിച്ചുകൂടി നിൽക്കുന്ന റോഡിന് ഇരുവശമുള്ള ആളുകളെയെല്ലാം തന്നെ അഭിവാദ്യം ചെയ്തുകൊണ്ടും എല്ലാം തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. ആളുകൾ തിരിച്ച് പ്രത്യഭിവാദ്യം ചെയ്തും ഈ ഒരു റോഡ് ഷോയെ വരവേൽക്കുകയും ചെയ്യുന്നു. എന്തായാലും നെയ്യാറ്റിൻകര NDA പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും മികച്ച വിജയം അത് നേടിത്തരണമെന്ന് തന്നെയാണ് ഓരോ പ്രവർത്തകരും ഇത്തരത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുന്നത്. എന്തായാലും മാറാത്തത് മാറുമെന്ന് പറയുന്ന ആ മുദ്രാവാക്യത്തിലൂന്നിയാണ് പ്രവർത്തകരുടെ എല്ലാം തന്നെ ഓരോ ആവേശവിളികളും ജയ്വിളികളും എല്ലാം തന്നെ ഈ ഒരു അന്തരീക്ഷത്തിലും മുഴങ്ങിക്കേൾക്കുന്നത്. എന്തായാലും നിരവധി ആളുകളാണ് നെയ്യാറ്റിൻകരയുടെ റോഡിനിരുവശവും ഇപ്പോൾ ഈ റോഡ് ഷോ കടന്നു പോകുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ ഈ ഒരു റോഡ് ഷോ കാണാനായി നിലയുറപ്പിച്ചിരിക്കുന്നത്. എന്തായാലും TV ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ നെയ്യാറ്റിൻകര KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള മൈതാനത്താണ് അവസാനിക്കുന്നത്. ഈ അവസാനിക്കുമ്പോഴും ഈ റോഡിനിരുവശമുള്ള ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ആളുകളെ അഭിവാദ്യം ചെയ്ത് മടങ്ങുന്ന കാഴ്ച. അങ്ങനെ ഈ റോഡ് ഷോ പുരോഗമിക്കുമ്പോഴേക്കും നെയ്യാറ്റിൻകര NDAയുടെ കൈപ്പിടിയിലായിരിക്കുമെന്ന് തന്നെ ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഓരോ പ്രവർത്തകരും മുന്നോട്ട് പോകുന്നത്. 9-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോഴേക്കും നെയ്യാറ്റിൻകരയുടെ മണ്ണിൽ നിന്ന് താമരയുണ്ടാകുമെന്ന് തന്നെയാണ് പ്രധാനമായും നേതാക്കൾ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. എന്തായാലും അല്പസമയം മുമ്പാണ് റോഡ് ഷോ ആരംഭിച്ചിരിക്കുന്നത്. ആ റോഡ് ഷോ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. നിരവധി വാഹനങ്ങളുണ്ട്, പ്രവർത്തകരുടെ എല്ലാം തന്നെ ഇരുചക്ര വാഹനങ്ങളെല്ലാം തന്നെ ഈ റോഡ് ഷോയ്ക്ക് അകമ്പടിയായി ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ വാദ്യമേളങ്ങളുടെ അകമ്പടി. അങ്ങനെ ബൃഹത്തായ ഒരു റോഡ് ഷോ പുരോഗമിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശത്തിന്റെ ഒരു കട്ടൻ റൈസർ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു റോഡ് ഷോയാണ് ഇപ്പോൾ നെയ്യാറ്റിൻകരയുടെ മണ്ണിലൂടെ നിരവധി ആളുകളെയെല്ലാം തന്നെ, വോട്ടർമാരെയെല്ലാം തന്നെ അഭിവാദ്യവും വോട്ടർമാർ തിരിച്ച് പ്രത്യഭിവാദ്യവും ചെയ്തുമെല്ലാം കടന്നു പോവുകയും ചെയ്യുന്നത്. എന്തായാലും നെയ്യാറ്റിൻകര മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും മുന്നോട്ട് പോകുമ്പോഴേക്കും
മാറാത്തത് മാറുമെന്ന് പറയുന്ന വികസനം, ആ വികസനത്തിൽ തന്നെ വികസനം 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 ആ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. വികസിത നെയ്യാറ്റിൻകര എന്ന ലക്ഷ്യത്തിലൂന്നിയുള്ള പ്രചാരണമാണ് NDA നടത്തിക്കൊണ്ടിരുന്നത്. അത് തന്നെയാണ് വോട്ടർമാർക്ക് മുന്നിൽ വയ്ക്കുന്ന ഒരു വികാരവും. അതായത് നിങ്ങൾക്ക് വികസനം വേണമെങ്കിൽ NDA ഭരണത്തിലേറണം, എന്നാൽ മാത്രമേ വികസിത നെയ്യാറ്റിൻകര എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി ഒരു വോട്ട്, അതാണ് നെയ്യാറ്റിൻകര NDA സ്ഥാനാർത്ഥി ചെങ്കലസ് രാജശേഖരൻ നായർ അഭ്യർത്ഥിക്കുന്നത്. അദ്ദേഹത്തിന് വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ തന്നെ നേരിട്ട് മണ്ഡലത്തിലേക്ക് എത്തിയിരിക്കുന്നത്. NDA സ്ഥാനാർത്ഥി ചെങ്കലസ് രാജശേഖരൻ ആ മണ്ഡലത്തിലുള്ളയാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തേടി അലയേണ്ട ഗതികേട് വോട്ടർമാർക്ക് ഉണ്ടാവുകയില്ല എന്ന് അദ്ദേഹം തന്നെ വോട്ടർമാർക്ക് നേരിട്ട് കണ്ട് ഉറപ്പ് നൽകുക. ആ ഉറപ്പ് പാലിക്കും, അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇടത് വലത് മുന്നണികൾ ഭരിച്ചു മുടിച്ച ഒരു മണ്ഡലമായിരിക്കുകയില്ല പിന്നീട് നെയ്യാറ്റിൻകര. ആ ഉറപ്പ് അദ്ദേഹം ജനങ്ങൾക്ക് നൽകുന്നുണ്ട്. ജനങ്ങൾ ആ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് കൃത്യമായി സ്ഥാനാർത്ഥിയോട് തന്നെ പറയുന്ന ഒരു സാഹചര്യം, അതാണ് നെയ്യാറ്റിൻകരയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പലപ്പോഴായി വാർത്തയിൽ തന്നെ പ്രേക്ഷകരെ വാർത്തകളിലൂടെ അറിയിച്ചതാണ്. ഈ എല്ലാം ശരിയാക്കി എന്ന് പറയുന്നവർ മണ്ഡലത്തിൽ ചെയ്തു വച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോഴും ഒരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കാതെ ഒരു ഷെഡ് കെട്ടി ജീവിക്കുന്ന ഒരുപാട് പേർ ഉള്ള മണ്ഡലമാണ്. ആ മണ്ഡലത്തെ ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനം അദ്ദേഹം ഉറപ്പാക്കും എന്ന ഉറപ്പ് ജനങ്ങൾക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. ഇനി ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്നുള്ളതാണ്. ഓരോ വോട്ടറെയും നേരിട്ട് കണ്ട് വോട്ട് ഉറപ്പാക്കുകയായിരുന്നു നെയ്യാറ്റിൻകരയിലെ NDA സ്ഥാനാർത്ഥി ചെങ്കലസ് രാജശേഖരൻ നായർ. അദ്ദേഹത്തിന്റെ റോഡ് ഷോയാണ് ഇപ്പോൾ മണ്ഡലത്തിൽ പുരോഗമിക്കുന്നത്. കേന്ദ്രമന്ത്രി JP നദ്ദ പങ്കെടുക്കുന്ന റോഡ് ഷോ, കേന്ദ്രമന്ത്രിമാരുടെ വലിയൊരു വരവാണ് നമ്മൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വരവ്, നിലയ്ക്കാത്ത പ്രവാഹം, ഇനി 4 ദിവസങ്ങൾ അത് വളരെ നിർണായകമാണ് എന്നുള്ളതാണ്. 5-ാം നാൾ കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ വോട്ടർമാർ തീരുമാനിക്കണം ആരാണ് ഞങ്ങളെ നയിക്കേണ്ടത് എന്നുള്ളത്. അവർ തീരുമാനിക്കട്ടെ എന്ന് NDA സ്ഥാനാർത്ഥി പറയുന്നു. അവരാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ വികസനം അതാണ് ലക്ഷ്യമെങ്കിൽ, വികസിത നെയ്യാറ്റിൻകരയാണ് ലക്ഷ്യമെങ്കിൽ അത് NDA ഭരണത്തിലേറണം എന്നുള്ളത് ഒരിക്കൽ കൂടി പറഞ്ഞു വയ്ക്കുന്നു. ചാമ്, നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തകരുടെ സാന്നിധ്യം, ജനങ്ങളുടെ ഒരു പ്രവാഹമെല്ലാം നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം. വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ. പലപ്പോഴും NDA സ്ഥാനാർത്ഥി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ അവർ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്, ഞങ്ങൾക്ക് മാറ്റം വേണം. കാരണം മതിയായി ഇടതു വലത് മുന്നണികളുടെ ഭരണം എന്നുള്ളത് അവർ തന്നെ പറഞ്ഞു വെച്ചതാണ്. അത്തരത്തിലൊരു മാറ്റം വേണ്ടത് NDAയുടെ ആവശ്യമല്ല, അവിടുത്തുകാരുടെ ഒരു ആവശ്യമാണ്. അത് തന്നെയാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ആവേശം തന്നെയാണ് നമുക്ക് ഈ റോഡ് ഷോയിൽ കാണാൻ കഴിയുന്നത്. എൻ്റെ പിന്നിൽ കാണുന്ന പ്രവർത്തകരുടെ ഒരു വലിയൊരു നീണ്ട നിരയുണ്ട്. ആ നീണ്ട നിരയ്ക്ക് പിന്നിലായിട്ടാണ് ഈ റോഡ് ഷോ. JP നദ്ദയും ഒപ്പം തന്നെ നെയ്യാറ്റിൻകരയിലെ NDA സ്ഥാനാർത്ഥി കൂടിയായ ചെങ്കലസ് രാജശേഖരൻ നായരും കയറിയിരിക്കുന്ന ഈ ഒരു തുറന്ന വാഹനം. ആ തുറന്ന വാഹനത്തിന് മുന്നിൽ നിന്നുകൊണ്ടാണ് പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി ഈ റോഡ് ഷോയുടെ ഭാഗമായിരിക്കുന്നത്. അതിന് പിന്നിൽ നിരവധി പ്രവർത്തകർ അവരുടെ വാഹനങ്ങളിലും ഇരുചക്ര വാഹനങ്ങളിലുമെല്ലാം തന്നെ ഈ റോഡ് ഷോയുടെ ഭാഗമായി അണിനിരക്കുന്നുണ്ട്. ഒപ്പം തന്നെ മുന്നിലും പിന്നിലുമായി വാദ്യമേളങ്ങളുടെയും ഒപ്പം തന്നെ വിവിധ കരഘോഷങ്ങളുടെയും വിവിധ കലാരൂപങ്ങളുടെയും എല്ലാം തന്നെ ഒരു പിൻബലത്തിൽ കൂടിയാണ് അല്ലെങ്കിൽ ഈ റോഡ് ഷോ പുരോഗമിക്കുകയും ചെയ്യുന്നത്. ഇതെല്ലാം തന്നെ വിവിധ വാദ്യമേളങ്ങളെല്ലാം തന്നെ ഈ റോഡ് ഷോയുടെ ഭാഗമായി അണിനിരക്കുകയും ചെയ്യുന്നു. അങ്ങനെ വിപുലമായ ഒരു റോഡ് ഷോ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി പ്രചരണത്തിന് 4 നാൾ മാത്രം, തിരശ്ശീല വിടാൻ 4 നാൾ മാത്രം ശേഷിച്ച് വലിയൊരു പ്രചരണം, ആ ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കലാശക്കൊട്ടിൻ്റെ ഒരു കർട്ടൻ റൈസർ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ തന്നെ വിപുലമായൊരു പ്രചാരണം റോഡ് ഷോയാണ് ഇപ്പോൾ നെയ്യാറ്റിൻകരയുടെ മണ്ണിലൂടെ കടന്നു പോകുന്നത്. എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കേന്ദ്രമന്ത്രി JP നദ്ദ കേരളത്തിലേക്ക് എത്തിയിരുന്നു. വീണ്ടും ഒരിക്കൽ കൂടി അവസാന ദിനങ്ങളിൽ NDAയുടെ സ്ഥാനാർത്ഥി, നെയ്യാറ്റിൻകരയിലെ സ്ഥാനാർത്ഥിയായ ചെങ്കലസ് രാജശേഖരൻ നായരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൂടി വോട്ടർമാർ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കാനായി എത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ റോഡ് ഷോ ഈ ഒരു സമയത്ത്, ഈ ഒരു മണിക്കൂറിൽ നെയ്യാറ്റിൻകരയുടെ മണ്ണിലൂടെ കടന്നു പോകുമ്പോൾ റോഡ് നിരീക്ഷണവുമായി നിരവധി ആളുകളാണ് റോഡ് ഷോയ്ക്ക് അഭിവാദ്യമർപ്പിക്കാനായി കാത്തു നിൽക്കുന്നത്.
മുദ്രാവാക്യം വിളികളാൽ മുഖരിതമാണ് നെയ്യാറ്റിൻകരയിലെ ഈ അന്തരീക്ഷം. ഈ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് കേന്ദ്രമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ JP നദ്ദ ചെങ്കലസ് രാജശേഖരൻ നായർക്ക് വേണ്ടി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥന നടത്തുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് 4 നാൾ മാത്രം ശേഷിക്കെ നെയ്യാറ്റിൻകരയുടെ മണ്ണിലേക്ക് NDA സ്ഥാനാർത്ഥിയുടെ കൈപിടിച്ചുകൊണ്ട് JP നദ്ദ എത്തുമ്പോൾ അത് ഒരു ലക്ഷ്യം മാത്രം, മാറാത്തത് മാറുമെന്ന് പറയുന്ന ആ വികസന മുദ്രാവാക്യം അത് വോട്ടർമാരെ നേരിൽ കണ്ട് ധരിപ്പിക്കാൻ കൂടിയാണ് പ്രധാനമായും JP നദ്ദ കേരളത്തിലേക്ക് ഒരിക്കൽ കൂടി നെയ്യാറ്റിൻകരയുടെ മണ്ണിലേക്കും കൂടി എത്തുന്നത്. അങ്ങനെ മാറാത്തത് മാറുമെന്ന് പറയുന്ന വികസന മുദ്രാവാക്യം വോട്ടർമാരെ നേരിൽ കണ്ട് പറയുക, അത് തന്നെയാണ് NDA സ്ഥാനാർത്ഥിയായ ചെങ്കലസ് രാജശേഖരൻ നായർക്ക് വേണ്ടി വോട്ടർമാർക്ക് മുന്നിലേക്ക് JP നദ്ദ വയ്ക്കുകയും ചെയ്യുന്നത്. ഇപ്പോഴെന്തായാലും ഈ പ്രചരണം, ഈ റോഡ് ഷോ ആലുമൂട് പിന്നിട്ടിരിക്കുന്ന നെയ്യാറ്റിൻകരയുടെ ഹൃദയഭാഗത്തുകൂടി KSRTC മൈതാനത്തേക്ക് പ്രവേശിക്കുന്ന അല്പസമയം കൂടിയുള്ളൂ. അപ്പോഴും ഈ വാഹനത്തിന് മുന്നിലേക്ക് നീങ്ങാനുള്ള ഒരു പ്രയാസമുണ്ട്. അത്തരത്തിൽ വലിയൊരു ജനനിബിഡമായ ഒരു ജനസഞ്ചയം തന്നെയാണ് ഈ റോഡിന് ഇരുവശവും മുന്നിലും പിന്നിലുമെല്ലാം തന്നെ ഈ മുതിർന്ന BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ JP നദ്ദയുടെ റോഡ് ഷോ കാണാനായി എത്തിയിരിക്കുന്നത്. എന്തായാലും നെയ്യാറ്റിൻകരയുടെ മണ്ണിലെ ഇളക്കി മറിച്ചുകൊണ്ട് തന്നെയാണ് ഈ റോഡ് ഷോ പുരോഗമിക്കുന്നത്. വളരെയധികം ക്രമീകരണങ്ങളുമായി കേന്ദ്ര ഏജൻസികളും ഒപ്പം തന്നെ പോലീസും നിലയുറപ്പിച്ചിട്ടുണ്ട്. റോഡിന് ഇരുവശമുള്ള പ്രവർത്തകരെയും വാഹനങ്ങളെയും എല്ലാം തന്നെ കടത്തിവിട്ട് മുന്നോട്ട് പോകുമ്പോഴും വിപുലമായ ക്രമീകരണങ്ങളെല്ലാം തന്നെയാണ് ഈ ഒരു റോഡ് ഷോയിൽ ക്രമീകരിച്ചിരിക്കുകയും ചെയ്യുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ തന്നെ കഴിയും. പ്രവർത്തകരെല്ലാം തന്നെ ഈ റോഡ് ഷോയുടെ തുറന്ന വാഹനത്തിന് മുന്നിലുള്ള ഈ ഒരു റോഡ് ഷോയ്ക്ക് മുന്നിൽ പോകുന്ന പ്രവർത്തകരെല്ലാം തന്നെ ഈ തുറന്ന വാഹനത്തിന് മുന്നിൽ നിന്നുകൊണ്ട് തന്നെ പ്രകടനവുമായിട്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. അങ്ങനെ നെയ്യാറ്റിൻകരയുടെ മണ്ണിൽ ഇത്തവണ താമര വിരിയിക്കുമെന്ന് പറയുന്ന ഒരു ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് തന്നെയാണ് പല പ്രവർത്തകരുമെല്ലാം തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. എന്തായാലും നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും നെയ്യാറ്റിൻകരയുടെ മണ്ണിൽ നിന്നുകൊണ്ട് നിലവിൽ സൗമ്യമായ മുഖത്തോടു കൂടി തന്നെയാണ് NDA സ്ഥാനാർത്ഥി കൂടിയായ ചെങ്കലസ് രാജശേഖരൻ നായർ ഇത്തരത്തിൽ എതിരാളികൾക്ക് ഇത്തരത്തിൽ കടന്നാക്രമിക്കാതെ വളരെ സൗമ്യമായി കൊണ്ട് തന്നെ വികസനത്തിന് വേണ്ടി ഒരു വോട്ടെന്ന രീതിയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. എതിരാളികളെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഈ ഒരു വോട്ടഭ്യർത്ഥന നടത്തുന്നത്. അങ്ങനെയുള്ള NDA സ്ഥാനാർത്ഥിക്ക് വേണ്ടി തന്നെയാണ് മുതിർന്ന BJP നേതാവും കേന്ദ്രമന്ത്രി കൂടിയായ JP നദ്ദ നെയ്യാറ്റിൻകരയുടെ മണ്ണിലേക്ക് എത്തുന്നത്. ഈ അവസാന ദിനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തിരശ്ശീല വീഴാൻ ഇനി ദിനങ്ങൾ മാത്രം ശേഷിക്കെ ആ നെയ്യാറ്റിൻകരയുടെ മണ്ണിലേക്ക് വീണ്ടും ചെങ്കലസ് രാജശേഖരൻ നായർക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ കൂടി JP നദ്ദയുടെ റോഡ് ഷോ പുരോഗമിക്കുന്നത്. എന്തായാലും കാണാൻ നിൽക്കുന്ന വോട്ടർമാരെ എല്ലാം തന്നെ നിരാശപ്പെടുത്താതെ തന്നെയാണ് ഈ റോഡ് ഷോ മുന്നോട്ട് പോകുന്നത്. അഭിവാദ്യം ചെയ്തും വോട്ടർമാർ പ്രത്യഭിവാദ്യം നടത്തിയുമെല്ലാം തന്നെയാണ് ഈ റോഡ് ഷോ. അങ്ങനെ വളരെ വളരെ നയനമനോഹരമായ ഒരു കാഴ്ച പോകുമ്പോൾ എന്തായാലും പറഞ്ഞു വെക്കുന്നത് മാറാത്തത് മാറുമെന്ന് പറയുന്ന ഒരു വികസന മുദ്രാവാക്യം അത് തരും എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് വോട്ടർമാർ മുന്നോട്ട് വെക്കുന്ന ഓരോ കാര്യങ്ങളും അത് ഉറപ്പ് പാലിക്കും എന്ന് തന്നെ പറഞ്ഞു തന്നെയാണ് സ്ഥാനാർത്ഥിയും പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. എന്തായാലും റോഡ് ഷോ ഈ മണിക്കൂറുകളിലും പുരോഗമിക്കുകയാണ്. പല ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് പ്രവർത്തകരെല്ലാം തന്നെ ഈ റോഡ് ഷോയുടെ ഭാഗമാകുന്നുണ്ട്. പല കേന്ദ്രങ്ങളിൽ നിന്നുമെല്ലാം തന്നെ പ്രകടനവുമായി ഈ ഒരു റോഡ് ഷോയുടെ ഭാഗമായി അങ്ങനെ വലിയൊരു നീണ്ട നിര തന്നെയാണ് ഈ റോഡ് ഷോയിൽ അണിനിരക്കുകയും ചെയ്യുന്നത്. മുന്നിൽ വിവിധ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി തന്നെ ഈ റോഡ് ഷോ പുരോഗമിക്കുമ്പോൾ കലാരൂപങ്ങൾ അണിനിരക്കുന്നു, നിശ്ചല ദൃശ്യങ്ങൾ അണിനിരക്കുന്നു. അങ്ങനെ നിരവധി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി തന്നെയാണ് ഈ റോഡ് ഷോ പുരോഗമിക്കുന്നത്. നിരവധി പ്രവർത്തകരെല്ലാം തന്നെ NDA സ്ഥാനാർത്ഥി ചെങ്കലസ് രാജശേഖരൻ നായർക്കും JP നദ്ദയ്ക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ തുറന്ന വാഹനത്തിൽ മുന്നോട്ട് നീങ്ങുമ്പോൾ കാണാൻ നിൽക്കുന്ന റോഡിന് ഇരുവശവും നിൽക്കുന്ന വീക്ഷിക്കാൻ നിൽക്കുന്ന വോട്ടർമാരെല്ലാം തന്നെ ആ പ്രത്യഭിവാദ്യം ചെയ്തും ആണ് ഈ റോഡ് ഷോയെ ഇപ്പോൾ ഈ കടന്നു പോകുന്ന നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ കൂടി കടന്നു പോകുന്ന റോഡ് ഷോയെ സ്വീകരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ നെയ്യാറ്റിൻകര KSRTC മൈതാനത്തെ ഈ റോഡ് ഷോ സമാപിക്കുകയും ചെയ്യും. അവിടെ പ്രവർത്തകരെയെല്ലാം തന്നെ അഭിസംബോധന ചെയ്ത് NDA സ്ഥാനാർത്ഥിക്ക് വേണ്ടി BJP മുതിർന്ന നേതാവും കേന്ദ്രമന്ത്രിയുമായ JP നദ്ദ സംസാരിക്കുകയും ചെയ്യും. എന്തായാലും നെയ്യാറ്റിൻകരയുടെ മണ്ണിലൂടെ ഈ റോഡ് ഷോ ഇപ്പോൾ കടന്നു പോവുകയാണ്. അങ്ങനെ കടന്നു പോകുമ്പോഴും വോട്ടർമാരുടെ പ്രയാസങ്ങൾ അല്ലെങ്കിൽ വോട്ടർമാർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ JP നദ്ദ സ്ഥാനാർത്ഥികളോടും പ്രവർത്തകരോടും ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പ്രസംഗത്തിൽ നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ വോട്ടർമാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ നെയ്യാറ്റിൻകരയുടെ മണ്ണിനെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള റോഡ് ഷോയാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കണ്ടത്.
NDA സ്ഥാനാർത്ഥി നെയ്യാറ്റിൻകര NDA സ്ഥാനാർത്ഥി ചെങ്കലസ് രാജശേഖരൻ നായരുടെ റോഡ് ഷോ, കേന്ദ്രമന്ത്രി JP നദ്ദയുടെ സാന്നിധ്യം, അത് ഓരോ വോട്ടർമാരുടെയും മനസ്സ് കീഴടക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. വളരെ റിച്ചാണ്, പടുകൂറ്റൻ റോഡ് ഷോയാണ് എന്നുള്ളതാണ്. ആ റോഡ് ഷോ പുരോഗമിക്കുകയാണ്.